ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ബ്രദറിൻ്റെ മാരേജിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. അതായത് മാരേജ് പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഇരുന്നു, മുറ്റം കെട്ടിയിട്ട് നമ്മൾ ചെറിയ ബേബി മെറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അതിങ്ങനെ കുറേയൊക്കെ പോയി, കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു അഴുക്ക് പിടിച്ച പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുന്നത്തെ ഫോട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. ഇതിപ്പം മുറ്റം റിനോവേറ്റ് ചെയ്യണേന് തൊട്ട് മുന്നെടുത്ത വീഡിയോ ആണ്. ഇത് വാട്സപ്പിൽ അയച്ച വീഡിയോ ആയതുകൊണ്ട് അധികം ക്ലിയർ ഇല്ല. അവിടെ പണിയൊക്കെ നടക്കുന്ന സമയമായിരുന്നു. കണ്ടില്ല, അകത്ത് വൈറ്റ് വാഷൊക്കെ നടക്കുന്നതുകൊണ്ട് കട്ടിലൊക്കെ എടുത്ത് പുറത്തിട്ടേക്കാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നപ്പെടുത്ത വീഡിയോ ഉണ്ടത്. അതായത് പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2 മാവും ഒരു തെങ്ങും നിൽക്കുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അവർക്കൊരു തടമൊക്കെ കെട്ടിക്കൊടുത്ത് അമ്മച്ചിക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനൊരു സംഭവമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ മുറ്റം ഇവിടെ നിന്ന് നീക്കി കുറച്ച് ബാക്കിലേക്ക് മതിലിൻ്റെ അടുത്തേക്ക് ചേർത്തെടുത്തു. അങ്ങനെ മുറ്റത്തിനൊന്ന് എക്സ്പാൻഡും ചെയ്തു, ഒന്ന് ഭംഗിയാക്കി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇക്കാക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ പറയണത്. അപ്പം എന്തായാലും ഞാൻ അവനോട് പറഞ്ഞ് അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്താണ് കേട്ടോ. അപ്പം ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായി. അപ്പം മുറ്റവും ഇത്തിരി വിസ്താരമായി, ഗേറ്റൊക്കെ നന്നായി തുറക്കാനുള്ള പരിവായി. മാവും തെങ്ങൊന്നും പോവേണ്ടിയും വന്നില്ല. പണി നടക്കുകയാണ്. നമ്മൾ ഇത് കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ഉണ്ട്. അപ്പം ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞു, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഭയങ്കര ചേഞ്ച് തോന്നുന്നുണ്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് നോക്കുമ്പം. പഴയ ലുക്കും ഇപ്പോഴത്തെ ലുക്കും കൂടി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയ പോലെ ഉണ്ട്. നല്ല ഭംഗിയായി, എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഫ്രണ്ട് മാത്രം ടൈലിടാന്ന് വെച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ ചുറ്റും ടൈലാക്കി, ബാക്കിലേക്കൊന്നും പുല്ലൊന്നും ഇല്ലാതെ ഫ്രണ്ട് ഭാഗം മാത്രം പുല്ലായിട്ട് നല്ല സൂപ്പറായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഇപ്പം വെച്ച് കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് ഇടക്കിടയ്ക്ക് അയക്കും. അതിൻ്റെ ഉണ്ടത്. പെൺകുട്ടി ദുബായി തന്നെ ആയതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് ജാസി പെണ്ണ് കാണാൻ പോയതും അങ്ങനെ നമ്മൾ കല്യാണം ഉറപ്പിച്ചതൊക്കെ കേട്ടോ. അപ്പം ഞാനും വെച്ച് വാപ്പിച്ചൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെൺകുട്ടി 2 ആഴ്ച മുന്നേ നാട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തൊരു കഫേയിൽ പോയിട്ട് കണ്ടതാണ് കേട്ടത്, എയർപോർട്ടിനടുത്ത് തന്നെ. പിന്നെ ഇനി വീട്ടിൽ പോയിട്ടൊന്നും കാണാൻ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫോട്ടോ വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനുള്ള നടപ്പിലായിരുന്നു. കുറച്ച് ഡ്രസ്സ് എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, പുതിയ ഡ്രസ്സ് എടുക്കാൻ പോയതൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ. ഇതിപ്പം പുതിയ ആപ്പിളക്കും അതുപോലെ തന്നെ ആണുങ്ങളുടെ സെക്ഷനാണ്. ഇവർക്ക് ഒരേപോലത്തെ കോട്ട് എടുക്കണം. പിന്നെ പുതിയ ആപ്പിളക്കുള്ള കോട്ട് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ 2-3 ഷോപ്പിൽ പോയി. ആലുവയിലുള്ള ഒരു വൈറ്റ് ഹൗസ് എന്നുള്ള ഷോപ്പിൽ പോയി. സൂപ്പറാണ്, അവിടുത്തെ സ്റ്റിച്ചിങ്ങും സൂപ്പറാണ്, നല്ല കളക്ഷനും ഉണ്ടൊക്കെ. നമ്മൾ എന്ത് വിചാരിച്ചു അതുപോലെ ചെയ്തു തരും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആണുങ്ങൾക്കുള്ള കുറച്ചൊക്കെ സെലക്ട് ചെയ്തിട്ട് പോന്നു. പിന്നെ പുതിയ ആപ്പിളുടേത് തലേ ദിവസത്തേക്ക് അവിടെ നിന്ന് റെഡിയാക്കി. പിന്നെ നിക്കാഹിൻ്റെയും റിസപ്ഷൻ്റെയും ഇവർ എറണാകുളത്ത് പോയിട്ടാണ് ചെയ്തത്. ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയാത്ത കേട്ടോ. വൈറ്റ് ഹൗസ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാനും പോയി അവിടെയൊക്കെ കണ്ടുകൊണ്ട് അവരെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്ത് മനസ്സ് വിചാരിച്ചാലും ചെയ്തുതരും. അതുകൊണ്ട് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഈ ഷോപ്പിൻ്റെ പേര് എനിക്ക് അറിയില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർ നിക്കാഹിൻ്റെ സമയത്തിലാണുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ ക്ലോത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തലയിൽ കെട്ടുന്ന സംഭവമൊക്കെ അവർ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പുതിയ ആപ്പിൾ ഡ്രസ്സ് എടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പം തലയെക്കെട്ടൊക്കെ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു. പിന്നെ ഏത് കളറാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ കോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. കോട്ടും അതുപോലെ തന്നെ കോട്ടിന് ഏത് ക്ലോത്ത് വേണ്ടത്, അളവ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ പുതിയ ആപ്പിളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ നേരത്ത് ഞാനവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങോട്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ തന്നെയാണ് പോയി സെലക്ട് ചെയ്തത് കേട്ടോ. ബാക്കി ആണുങ്ങളുടെ സെക്ഷനും തലേദിവസത്തും കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഒരു മന്തി ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ അങ്ങോട്ട് കിടക്കാനേ പറ്റുന്നില്ല. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ആടി അങ്ങനെ ചെന്നതാണ്. നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കുമാണ്. ഒത്തിരി പേര് ക്യൂ നിൽക്കുന്നുണ്ട്. കുറേ ലേറ്റ് ആവും. നമ്മൾ ഇടപ്പള്ളിയിലുള്ള അറേബ്യൻ പാലസിലാണ് കേട്ടോ പോയത്. അപ്പം അവിടെ നിന്ന് നമ്മൾ പിന്നെ ഒരു രക്ഷയില്ല, കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, ടയേർഡുമാണ്. അപ്പോൾ പിന്നെ പതുക്കെ ഞങ്ങൾ കണ്ടെയ്നർ റോഡിലുള്ള വെള്ളക്കാന്താരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോന്നിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. കാരണം അത്യാവശ്യം നല്ല വിശപ്പുണ്ട്, ടയേർഡാണ്. പിന്നെ പിള്ളേരൊക്കെ നല്ല വിശന്നിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കണം. അവർ സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന് അധികം നേരം താമസിച്ചില്ല, വേഗം തന്നെ സീറ്റൊക്കെ കിട്ടി. കുറേ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടി. അവിടെ അങ്ങനെ കഴിച്ച് വേഗം സെർവ് ചെയ്യുന്നു, വേഗം കൊടുക്കുന്നു, വേഗം പോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാം സ്പീഡിലായിരുന്നു. അപ്പോൾ നമ്മൾ വിശന്നിട്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തു. പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ. നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വേഗം തന്നെ കിട്ടി. കാരണം അവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. അവിടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. കുറച്ച് ലേഡീസിൻ്റെ സംരംഭം ഉണ്ടത്. അവിടെ സ്റ്റാഫൊക്കെ ലേഡീസാണ്. നമുക്ക് സെർവ് ചെയ്യണതാണെങ്കിലും കൗണ്ടറിൽ നിൽക്കുന്നതാണെങ്കിലും എല്ലാം ലേഡീസാണ്. ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു ഇത്തിരി സമയം എടുക്കുകയുള്ളൂ. വലിയ ഫിഷൊക്കെ ആകുമ്പോൾ ഇത്തിരി സമയം എടുക്കും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. മീൻ പീര, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെന്താണ് ക്രാബിൻ്റെ ഫ്ലഷ് റോസ്റ്റ് ചെയ്തത്, പിന്നെ ഏതൊക്കെ മീൻ ഫ്രൈ ചെയ്തത്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഫുഡെല്ലാം എല്ലാവരും വേഗം കഴിച്ചിട്ടോ, പിള്ളേരാണെങ്കിലൊക്കെ വേഗം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. അപ്പം സീ ഫുഡ് സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. സൂപ്പറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു, വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നു. ലൈറ്റ് ഫിറ്റിങ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കല്യാണ വീടിൻ്റെ ഓളത്തിലേക്ക് എത്തുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ തകൃതിയായ പണികളൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇത് ജാസിയുടെ ബെഡ്റൂം സീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. കട്ടിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്താണ്. ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു പണി നടക്കുന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് കല്യാണത്തിന് തലേന്നിൻ്റെ തലേദിവസം അവിടെ പന്തലൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർപ്പറ്റൊക്കെ വിരിച്ചു. കല്യാണ തലേദിവസം നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നൈബേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ പന്തലൊക്കെ ഇട്ട് പിള്ളേർക്ക് ഒരു ആരവം വന്നു തുടങ്ങി. വീട്ടിലെ പിള്ളേരാണെങ്കിലും എളാപ്പന്മാരുടെ മക്കളാണെങ്കിലും എല്ലാവർക്കും ഒരു ആവേശമൊക്കെ വന്നു തുടങ്ങി. വീട്ടിലിങ്ങനെ പന്തലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു കല്യാണത്തിൻ്റെ ആ ഒരു ഫീലിംഗ് കൂടുതൽ കിട്ടുമല്ലോ. തലേ ദിവസത്തെ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പന്തലിട്ടുള്ളത്. പിന്നെ രാവിലെ ചെറുക്കന് ഇറങ്ങുന്ന സമയത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടാവുമല്ലോ, കുറച്ച് നമ്മൾ വീടിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരും നെയ്ബേഴ്സും, അത്രയും പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും വീട്ടിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാകെയും മോനും കൊണ്ടൊന്ന് ജസ്റ്റ് ബൈക്കൊക്കെ എടുത്തൊന്ന് പോവാണ് കേട്ടോ. ബുള്ളറ്റ് റൈഡ് ചെയ്യാനുള്ളൊരു കൊതി കൊണ്ടാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസം ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഇക്കാക്കയുടെ സിസ്റ്റർ ദുബായിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് സിസ്റ്ററെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നു തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി. ആ തിക്കും തിരക്കും പിടിച്ച് പോയിട്ടാണോന്നറിയില്ല, എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വഴി തെറ്റി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ നിന്ന് 20 മിനിറ്റേ ഉള്ളൂ. ഞങ്ങൾക്ക് 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്ത് പോയി. വഴി തെറ്റിയിട്ട് പിന്നെ റെയിൽവേ ട്രാക്കിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോയി ക്രോസിങ്ങൊക്കെ കവർ ചെയ്യേണ്ടി വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അവർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ കല്യാണത്തിൽ ആയതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവർ. അപ്പോൾ ഇക്കാക്കയുടെ സിസ്റ്റർക്കൊക്കെ ഭയങ്കര സർപ്രൈസായിപ്പോയി. അവർ ഓടി വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പതുക്കെ പോന്ന്. അവിടെ അധികം നേരം നിന്നില്ല കേട്ടോ. എന്തിനാ ഇവിടെ ഫംഗ്ഷൻ നടക്കുന്ന എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഇനി കല്യാണത്തിൻ്റെ തലേദിവസത്തെ വീഡിയോയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു, ബൈ.